അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ വന്നേക്കുവാണ്. നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ ക്യാബ് കാത്ത് നിൽക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ താഴെയുള്ളൊരു കാഴ്ചയാണിത്. നമ്മുടെ ക്യാബ് കാത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് വണ്ടി വന്നു. നമ്മുടെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ ഏറെ ദൂരെ ആരും കാണാ ദൂരം പോരൂ നേരെ പോകാം. അങ്ങനെ കുറേ ദൂരത്തെ ടൈമിനൊടുവിൽ ടണലെല്ലാം താണ്ടി നമ്മുടെ സ്വർഗ്ഗലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് സോൺമാർഗ്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇന്ന് സ്നോഫോൾ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം ഇവിടെ 1.5 സ്നോഫോൾ. അപ്പോൾ നമുക്ക് സ്നോഫോൾ കിട്ടുമെന്നൊന്നും അറിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കെന്തോ വലിയ ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ പോയ ദിവസം സ്നോഫോൾ കാണാൻ സാധിച്ച്. അതും ഹെവി സ്നോഫോളായിരുന്നു. നമ്മളിവിടെ താഴെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തണം. ഈ മഞ്ഞുമലയുടെ മുകളിലാണ് നമ്മൾ എത്തേണ്ടത്. അതും ഇവരുടെ ഒരു വെഹിക്കിളുണ്ട്. അതും ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾക്ക് ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ അവരുടെ വെഹിക്കിളിൽ തന്നെ നമുക്ക് മുകളിലെത്താൻ പറ്റും. അതിനെന്തോ ഒരാൾക്ക് പെർ ഹെഡ് 1500 ആണ്. അതും ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസാണ്. നമ്മൾ ആ ടോപ്പിൽ ചെന്നാലേ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവുള്ളൂ. നമ്മൾ റീൽസ് എടുത്തും കുറേ വീഡിയോസൊക്കെ എടുത്തും പിന്നെ കുറേ ഗെയിമൊക്കെ കളിച്ചും ഞങ്ങൾ മഞ്ഞുരുട്ടി ബോളെറിഞ്ഞ് കളിച്ചും ഒരുപാട് ടൈം അവിടെ ജോളിയായിട്ട് എൻജോയ് ചെയ്ത് ഒരുപാട് നേരം അവിടെ നിന്ന് നമുക്ക് വിശപ്പുണ്ടെങ്കിലും വിശപ്പ് അറിയുന്നുണ്ടായില്ല. അനുഭവമാണ്. എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല, സ്ലിപ്പായി പോവായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്ത് അവിടുത്തെ ഗൈഡ് തന്നെയാണ്. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുകളിലെത്തി ഓക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് മൂവ് ആവാൻ തുടങ്ങി. കാരണം ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും തീരുമാനിച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വെഹിക്കിളിൽ തന്നെ തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി. താഴെ എത്തിയ കാഴ്ചയാണ് കാണുന്നത്. താഴെ എത്തിയപ്പോൾ നല്ല ഹെവി സ്നോഫോൾ കുറച്ചും കൂടി നല്ല ആഴത്തിൽ കൂടി നമ്മൾ താഴെ എത്തി. നമ്മൾ പോകാനുള്ളൊരു തീരുമാനത്തിലൊക്കെ ജസ്റ്റ് എത്തി. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് എത്തി. നമ്മളെല്ലാവരോടും അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് എക്സ്പീരിയൻസ് ചോദിച്ചു. ഇതാണ് തസ്രീഫ്. ഇവനാണ് നമ്മുടെ നമുക്ക് കൂടുതലും കുറേ ഹെൽപ്പ് ഉണ്ടായ ഒരാളാണ് തസ്രീഫ്. സത്യം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റുമാണ്, ഭയങ്കര ഹാപ്പിയിലുമാണ്. കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡേ നമുക്ക് സോൺമാർഗിൽ പാക്കേജ് നമുക്ക് തന്ന ട്രിപ്പ് വാലിക്കും പിന്നെ ബിലാൽജി